സ്ഥലമുള്ളവർ ഇത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം നഷ്ടപ്പെടും. സ്വന്തമായി സ്ഥലമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ അതറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാവർക്കും അറിയാം, സ്ഥലങ്ങൾ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ആധാരത്തിൽ നമ്മുടെ ഉടമസ്ഥതയിലും കൈവശത്തിലും നമ്മൾ അനുഭവിച്ചു വരുന്നതും ക്രയവിക്രയ സ്വാതന്ത്ര്യമുള്ളതും തുടങ്ങിയ വാക്കുകളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു ആധാരം രജിസ്റ്റർ ചെയ്ത് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ആധാരവും നമ്മുടെ ഉടമസ്ഥാവകാശവും നമുക്ക് തന്നെ ഉണ്ടല്ലോ, അപ്പോൾ കൈവശാവകാശവും നമുക്ക് തന്നെ ആയിരിക്കും എന്നായിരിക്കും. നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ഉടമസ്ഥാവകാശം കൈവശക്കാരന്റെ കയ്യിലേക്ക് എത്തും. കൈവശക്കാരന് നിങ്ങളുടെ ഉടമസ്ഥാവകാശം ലഭിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത്, ഒരാൾ നിങ്ങളുടെ സ്ഥലം അനധികൃതമായി കൈവശപ്പെടുത്തുകയും ആ സ്ഥലം നിങ്ങളുടെ തടസ്സമൊന്നും കൂടാതെ തുടർച്ചയായി അനുഭവിക്കുകയും ചെയ്യുന്നു. അയാൾ അതിൽ വേലി കെട്ടുകയും മതിൽ കെട്ടുകയും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്ത് ആ സ്ഥലം ഉപയോഗിക്കുന്നു. അതായത്, ഒരു സ്വന്തം സ്ഥലം ഒരു ഉടമസ്ഥൻ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെ ആ ഭൂമി കൈവശപ്പെടുത്തിയ ആളും ആ സ്ഥലം സ്വന്തം ഭൂമി പോലെ തന്നെ ഉപയോഗിച്ചു വരുന്നു. അങ്ങനെ അയാൾ തുടർച്ചയായി 12 വർഷം നിങ്ങളുടെ സ്ഥലം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് അറിവുണ്ടായിട്ടും നിങ്ങൾ അത് തടയാനോ നിയമപരമായി നേരിടാനോ പോയിട്ടില്ല. സ്വന്തം കൈവശാവകാശം സ്വന്തമാക്കാനും ശ്രമിക്കുന്നില്ല. യഥാർത്ഥ ഉടമസ്ഥൻ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടും ഇവിടെ മൗനമായിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം സ്ഥലത്തിനു മേൽ ജാഗ്രത പുലർത്തുന്നവനെ മാത്രമേ നിയമം സംരക്ഷിക്കുകയുള്ളൂ. മൗനമായി ഇരുന്നാൽ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുകയില്ല. ഇവിടെ സ്വന്തം സ്ഥലം മറ്റൊരാൾ തട്ടിയെടുക്കുന്നത് അറിഞ്ഞിട്ടും അത് തടയാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ഉടമസ്ഥൻ ചെയ്യുന്ന കുറ്റം. അതുകൊണ്ട് ഉടമസ്ഥന് സ്വന്തം അവകാശം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ വിദേശത്തൊക്കെ ഉള്ളവർക്ക് സ്വന്തം ഭൂമിയെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അയൽക്കാരൻ വേലി കയറ്റിക്കെട്ടുകയും അവിടെ മതില് പണിയുകയും ചെയ്യും. അത് അറിഞ്ഞിട്ടും നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുകയോ അത് തടയാൻ ശ്രമിക്കുകയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈവശാവകാശം നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ഒരാളുടെ കൈവശാവകാശം തെളിയിക്കുന്നതിന് വേണ്ടി വേലിയോ മതിലോ മൺതാരയോ ഒക്കെ മതിയാവും. അപ്പോൾ ഒരാളുടെ മതിലിന് 15 വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ വസ്തു അയാളുടെ കൈവശം ഇരിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്ഥലം മറ്റൊരാൾ കൈവശപ്പെടുത്തുകയും തുടർച്ചയായി 12 വർഷത്തോളം അവരുടെ സ്വന്തം സ്ഥലം പോലെ ഉപയോഗിക്കുകയും ചെയ്യുകയും അതിനെ നമ്മൾ യഥാർത്ഥ ഉടമ തടസ്സപ്പെടുത്തുകയോ നിയമപരമായി അതിനെതിരെ നടപടിയൊന്നും എടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥ ഉടമയിൽ നിന്നും കൈവശക്കാരന് കിട്ടുന്ന അവകാശമാണ് കൈവശാവകാശം, അതായത് അഡ്വേഴ്സ് പൊസഷൻ. അപ്പോൾ ഈ കയ്യേറ്റക്കാരന്റെ 12 വർഷത്തെ തുടർച്ചയായ ഉപയോഗത്തിനിടയ്ക്ക് യഥാർത്ഥ ഉടമ അതിൽ ഇടപെടുകയും അത് തടയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ കൈവശാവകാശം നിലനിൽക്കുന്നതല്ല. അപ്പോൾ 12 വർഷത്തെ യഥാർത്ഥ ഉടമയുടെ മൗനമാണ് കൈവശക്കാരന് കൈവശാവകാശം ലഭിക്കാൻ കാരണമാവുന്നത്. സ്വകാര്യ ഭൂമികൾക്കാണെങ്കിൽ 12 വർഷവും സർക്കാർ ഭൂമിയാണെങ്കിൽ 30 വർഷവുമാണ്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്ഥലം മറ്റൊരാൾ കൈവശപ്പെടുത്തുകയും അത് തുടർച്ചയായി 12 വർഷം അനുഭവിക്കുകയും ചെയ്താൽ നമ്മൾ ആ സമയത്ത് അത് അറിഞ്ഞിട്ടും അത് തടയാനോ അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം നമുക്ക് നഷ്ടപ്പെടും. സ്വന്തം പേരിൽ ആധാരമുണ്ടെന്ന് പറഞ്ഞ് ആരും അശ്രദ്ധയോടെ ഇരിക്കരുത്. നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ സ്ഥലം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സ്വന്തം അതിർത്തികളും ഭൂമിയും എല്ലാവരും സംരക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.